ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാൻ 3-4 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. ഞാൻ 30-ാം തീയതി ഒരു വീഡിയോ ഇട്ടാണ്, പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കഴിഞ്ഞെന്നാലും ഇരിക്കട്ടെ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഞാൻ 2-3 ദിവസം നല്ല തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത്. അപ്പോൾ കുഞ്ഞുങ്ങൾ വരുമെന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് മോൻ്റെ പിറന്നാളാണ്. അതിൽ ഞാനൊരു തിരുത്തുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വലിയ ഓർമ്മയില്ല കേട്ടോ. ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മാറിപ്പോകുന്നത്. എല്ലാവരും ക്ഷമിക്കണം. 29-ാം തീയതി എന്നാണ് ഞാൻ പറഞ്ഞത്, അതിന് വീഡിയോയ്ക്കകത്ത് പറഞ്ഞത്. പക്ഷേ 29 അല്ല, 29 അല്ല, 9-ാം തീയതിയാണ് പിറന്നാൾ. 9-ാം തീയതി. അപ്പോൾ അതിനൊരു ചെറിയ ഗിഫ്റ്റ് അവന് കൊടുക്കണമായിരുന്നു. ഒരു വർഷവും അങ്ങനെ ഗിഫ്റ്റ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഇപ്പം ആദ്യമായിട്ടാണ് ഒരു ഗിഫ്റ്റ് കൊടുക്കണത്. അപ്പം ഞാൻ എൻ്റെ മോനൊരു ചെറിയ ഫോൺ വാങ്ങിച്ചു. അപ്പോൾ അവൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പം അതുകൊണ്ട് ജോലിക്കൊക്കെ പോകുമ്പോഴേ ഫോണില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്തു. അപ്പം ബർത്ത്ഡേയും കൂടെ അല്ലേ, അപ്പം ബർത്ത്ഡേ ഗിഫ്റ്റും ആവും, പിന്നെ ഫോണും ആവുമല്ലോ. അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ അതൊക്കെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു. പക്ഷേ എന്ന് വെച്ചാൽ മോൻ അങ്ങനെ വീഡിയോയിലൊന്നും വരാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാനത് ആ വീഡിയോ ആ വീഡിയോ ഇടുന്നില്ല എന്ന് വിചാരിച്ചു. അവർക്ക് അങ്ങനെ വീഡിയോയുടെ മുമ്പിലൊക്കെ വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഒരു നാണക്കേടാണ് അവന്, ഭയങ്കര നാണക്കാരനാണ്. ഒറ്റ മോനായി വളർന്നതിൻ്റെ വളരുമ്പോൾ ചില പിള്ളേർക്കൊക്കെ ഒരു നാണക്കേടൊക്കെ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ്, ഒറ്റ മോനായിട്ട് വളർന്നുകൊണ്ട് തന്നെ അവന് ഭയങ്കര നാണക്കേടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാത്ത. വീഡിയോ എന്ന് വെച്ചാൽ അവനെ കാണിക്കാതെ അത് ഞാൻ ഫോൺ മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞിടാം, ഞാൻ ഇങ്ങനെ തരുന്നത് നീ ഒന്ന് ജസ്റ്റ് നിന്നാൽ മതി, അങ്ങോട്ട് തരുന്നത് ഒന്ന് ഒരു 1 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ്. പക്ഷെ അവന് താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഇടാത്തത് കേട്ടോ. ഞാൻ ചെയ്യണതിന് അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർ സപ്പോർട്ടാണ്. പക്ഷെ മോൻ സപ്പോർട്ടൊക്കെയാണ്. പിന്നെ അവർക്കായിട്ട് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ നിർബന്ധിച്ചൊന്നുമില്ല. അപ്പം അങ്ങനെ പറയാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവണം. നമ്മുടെ പ്രേക്ഷകരല്ലേ, എല്ലാവർക്കും മനസ്സിലാവുമല്ലോ കാര്യം പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാമെന്നൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു. കടയിൽ പോകുമ്പോൾ കാണിക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. അപ്പം അങ്ങനെ അവർ വന്നു, ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഞാൻ അവരെ കണ്ടു, നല്ല സന്തോഷമായിട്ട് എനിക്ക് കേക്കും ഒക്കെ വാങ്ങിച്ച് തന്നു. അവരങ്ങോട്ട് പോയി. ഞാനിങ്ങനെ ജോലി സ്ഥലത്ത് എനിക്ക് ഒരു ദിവസത്തെ ലീവല്ലേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ അന്ന് 31-ാം തീയതി പോയി ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ട് ഞാൻ ഇന്നലെ വൈകിട്ട് 5:30 ആയപ്പോഴാണ് ഞാൻ ഇവിടെ വന്നത്. ഹോസ്റ്റലിൽ 2 ദിവസം നിൽക്കണമെന്നൊക്കെ വിചാരിച്ച്, ഒരു ദിവസം 2 ലീവുണ്ട്. അപ്പോൾ ഒരു ദിവസം കൂടെ നിൽക്കാമെന്നൊക്കെ വിചാരിച്ച അവിടുത്തെ പിന്നെ ഭയങ്കര ചാർജാണ് കേട്ടോ. ഫുഡും കൂടെ ഇല്ലാതാണ് ഞാൻ അവിടെ നിന്നത്. ആഹാരം ഇല്ലാതാണ് ഞാൻ അവിടെ ഒരു ദിവസം നിന്നത്. അപ്പോൾ ആഹാരം കൂടെ ആകുമ്പോൾ ഒരുപാട് പൈസയാവും. ഞാൻ എന്തെങ്കിലുമൊക്കെ കുറിക്കാനൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് ഒരു ദിവസം നിന്നു. അപ്പോൾ ഇന്നലെ കൂടെ എനിക്ക് നിൽക്കണമെങ്കിൽ നല്ല പൈസയാവും. അതുകൊണ്ട് ഞാൻ ഇന്നലെ വൈകിട്ട് തന്നെ ഇങ്ങ് പോന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. എൻ്റെ വിശേഷം ഇതൊക്കെ ഉള്ളൂ. ന്യൂ ഇയർ ആയിട്ട് എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നലെ പോയപ്പോഴേ അവിടെ ഇത് കണ്ടോ, ഇന്നലെ ഞാൻ അവിടെ പിന്നെ അങ്ങനെ കടയിൽ പോയപ്പോഴേ ഒരു വലിയ കട ഞാൻ കണ്ടു. അപ്പം ഞാൻ ആ കടയിലോട്ട് കയറി. ചുമ്മാ കമ്മലൊക്കെ നോക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് കമ്മൽ ഭ്രാന്തിയാണ് ഞാൻ കേട്ടോ. അപ്പം ഞാൻ അങ്ങോട്ട് കയറി ചുമ്മാ കമ്മൽ നോക്കിയോണ്ട്. അപ്പം ഇതുപോലത്തെ കുറേ കമ്മലുകൾ അവിടെ അവർ പിന്നെ ഹോൾസെയിലല്ല, എന്താ പകുതി വിലയ്ക്ക് കൊടുക്കുമല്ലോ. അപ്പം 60-ൻ്റെ സാധനമാണെങ്കിൽ 30-നും 20-നും ഒക്കെ അവർ കൊടുക്കുന്നു. അപ്പം 20 രൂപയ്ക്ക് ഞാൻ മേടിച്ചാണ്. അവർ അങ്ങനെ അതിൽ നിന്ന് 20 രൂപയ്ക്ക് മേടിച്ചാണ്. എനിക്ക് ഈ കാത് ഇങ്ങനെ കീറിയോണ്ടെങ്കിൽ ഇങ്ങനത്തെ കമ്മലൊന്നും ഇടാൻ പറ്റത്തില്ല. കാത് തൂങ്ങിക്കിടക്കുന്നു, ഒരുപാട് കീറിപ്പോയി കാത്.
വലിയ കമ്മലൊക്കെ ഇട്ടിട്ടേ ഞാൻ ചെറുപ്പത്തിലേ ഇങ്ങനെ വലിയ കമ്മലൊക്കെ ഇടുമായിരുന്നു കേട്ടോ. അപ്പോഴേ എല്ലാവരും പറയും ഇത്രയും വലിയ കമ്മലിടരുത്, കുറച്ച് കഴിയുമ്പോൾ കമ്മൽ കാത് തൂങ്ങിപ്പോകും എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് നമ്മളതൊന്നും കേട്ടില്ല. നമുക്ക് അന്ന് ഇങ്ങനെയൊക്കെ ആട്ടിക്കൊണ്ട് കിടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ആട്ടിക്കൊണ്ട് നടന്ന് കിടന്ന് തന്നെ ഇപ്പം വേണ്ട, ഇപ്പോൾ ഒട്ടും ആട്ടാൻ പറ്റാതായി, കാത് ഇങ്ങെത്തി. ഞാൻ വീട്ടിലങ്ങനെ ഇടത്തില്ല. ഇപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകുന്ന സമയത്തൊക്കെ ഞാൻ കമ്മൽ ഇടത്തുള്ളൂ അധികവും. അതുകൊണ്ട് അപ്പം അങ്ങനെ അതൊക്കെ ഇതുപോലത്തെ 2 മേടിച്ച്, ഒരെണ്ണം വേറൊരു പച്ച കളറ്, ഒന്ന് ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമ്മൽ? ചേച്ചിമാർക്കൊക്കെ ഇഷ്ടപ്പെട്ട? അപ്പം അങ്ങനെയാണ്. സന്തോഷമായിട്ട് അവരും പോയി, കുഞ്ഞിനെയെല്ലാം കണ്ടു, സന്തോഷമായിട്ട് പോയി. ഇനിയിപ്പം അടുത്ത മാസം ലീവ് എടുക്കും. അടുത്ത മാസം ലീവ് എടുക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്തോട്ട് പോകും. അപ്പം ഞാൻ അങ്ങോട്ട് പോയാലേ അവർ തിരുവനന്തപുരത്താണ് മോന് താമസിക്കുന്നത്. അങ്ങോട്ട് പോയി സാധനം എടുത്ത് EMI ഇട്ടാണ് എടുത്തത് കേട്ടോ. സാധനം നമ്മൾ EMI ഇട്ടാണ് ഫോൺ എടുത്തത്. അപ്പോൾ EMI ഇട്ട് എടുക്കണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയാൽ നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ അഡ്രസ്സൊക്കെ ഇവിടെ പത്തനംതിട്ട കിടക്കണമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയാൽ കിട്ടത്തില്ല. തിരുവനന്തപുരത്തോട്ട് പോയാൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്ന് എടുത്തത്. അങ്ങോട്ട് പോയെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. നമുക്ക് 2 ദിവസം ലീവ് ഞാൻ എടുത്തേനെ. പക്ഷേ ഇങ്ങോട്ട് ഇവിടെ ആണെങ്കിലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മൾ ഇവിടെ ആണെങ്കിൽ നമ്മളിവിടുത്തെ ഇതൊക്കെ നമ്മൾ വിട്ടല്ലോ. അതുകൊണ്ട് ആണ് അങ്ങോട്ട് ഞാൻ പോകാത്തത്. അവിടെ കിട്ടാത്തതുകൊണ്ടാണ്. നമുക്ക് EMI ഇട്ട് അവിടെ കിട്ടത്തില്ല. മോനും കിട്ടത്തില്ല, എനിക്കും കിട്ടത്തില്ല, അവൾക്കും കിട്ടത്തില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാതെ ഇവിടെ നിന്ന് തന്നെ എടുത്തത്. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഫോണും അവിടെ നിന്ന് തന്നെ എടുത്താൽ അത് ഇന്നലെ കൊണ്ട് അടഞ്ഞു തീർന്നു. ഇന്ന് കൊണ്ട് അടഞ്ഞു തീർന്നു കേട്ടോ. 8 മാസമായിരുന്നു. അപ്പം ഈ ഫോൺ എടുത്ത ആ മാസം മുതലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും. അപ്പോൾ 8 മാസമായിട്ടുണ്ട്. 8 മാസം കൊണ്ട് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. അതൊക്കെ എൻ്റെ വീഡിയോയുടെ ക്വാളിറ്റി കുറവുണ്ടോ എന്തോ ആണെന്ന് എനിക്ക് അറിയത്തില്ല. സബ്സ്ക്രൈബേഴ്സ് വരാത്ത എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ എന്നെക്കാളും പുറകിൽ 1 മാസമൊക്കെ ആയവർക്കൊക്കെ 1000, 1500 ഇപ്പോൾ 1 മാസം കൊണ്ടൊക്കെ ആയിട്ടുള്ളൂ. ചിലർക്കൊക്കെ ആയി. എന്ത് പറയാനാണ്, നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും എല്ലാ കഴിവൊന്നും ദൈവം കൊടുക്കത്തില്ലല്ലോ. എൻ്റെ കഴിവിൽ നിന്നിട്ട് ഞാൻ ചെയ്യുന്നു. എനിക്ക് പിന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ അറിയത്തുള്ളൂ. ആധികാരികമായിട്ട് അങ്ങും സംസാരിക്കാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിങ്ങനെ വിട്ടൊക്കെ ആയിരിക്കും കാര്യങ്ങൾ പറയുന്നത്. ചിലപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കാര്യം ഓർമ്മ വരും. ആ കാര്യം അവിടെ ഇട്ടിട്ട് ഈ ഓർമ്മ വന്ന കാര്യങ്ങൾ പറയും. അപ്പോഴും ചില ആളുകൾക്കൊന്നും മനസ്സിലാവത്തില്ല എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് ചില ആളുകൾക്ക് മനസ്സിലാവില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അത് എൻ്റെ കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് ആ കാര്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുമ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇട്ടിട്ട് ഞാൻ മറ്റേ കാര്യം പറയും. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തത ആർക്കും കിട്ടത്തില്ല. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പറയണ കാര്യം നമ്മൾക്ക് തീർത്ത് പറയാതെ പകുതിയിൽ വെച്ചിട്ടിട്ട് പോകുമ്പോൾ അത് ആർക്കായാലും മനസ്സിലാവില്ല. അതെനിക്കറിയാം. പക്ഷേ എൻ്റെ ഇത് എനിക്കല്ലേ അറിയുള്ളൂ. പിന്നെ അത് ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല കേട്ടോ. ഞാനിങ്ങനെ മറന്നു പോകും. പെട്ടെന്ന് അത് ഓർമ്മ വരുമ്പോൾ അതങ്ങ് പറയുന്നതാണ്. അല്ലാതെ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സംസാര രീതികളൊന്നും ചിലർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല, ചിലർക്കൊന്നും പിന്നെ മനസ്സിലാവണില്ല എന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞു. മനസ്സിലാവണില്ല എന്നൊക്കെ. ചിലരതൊക്കെ അഡ്ജസ്റ്റ്, ചിലർക്ക് മനസ്സിലാവും. നമ്മുടെ ഭാഷയും നമ്മുടെ പറച്ചിലിൻ്റെ രീതിയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവർക്ക് വലിയ ഇവർക്ക് അത്ര വലിയ ഇതൊന്നും ഇല്ല എന്നുള്ളതൊക്കെ ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവില്ല ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ പറയുന്നത് മനസ്സിലാവുന്നില്ലെന്ന് പറയുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ, നമ്മൾക്ക് അറിയണ രീതിയിലല്ലേ നമുക്ക് പറയാൻ പറ്റൂ. പക്ഷേ എന്നെ പഠിച്ചൊക്കെ എല്ലാം പറയാൻ ശ്രമിക്കാം. പിന്നെന്താണ്, നമ്മളെ ഇരുത്തി പഠിപ്പിച്ച് തരാനോ നമുക്ക് യൂട്യൂബിൻ്റെ കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഒന്നും നമുക്ക് അടുത്തൊന്നും ആരുമില്ല. വലിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതുപോലെയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ എഡിറ്റിങ് കാര്യങ്ങളും ഒക്കെ തന്നെ ഞാൻ ഇപ്പോഴാണ് അതിൽ കയറാൻ തന്നെ പഠിച്ചത്. മറ്റേത് ഞാൻ എങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെ. ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതും. പിന്നെ ഈ യൂട്യൂബിൻ്റെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു ഇത് സബ്സ്ക്രൈബും ബെൽ ബട്ടണും ഒക്കെ ഉണ്ടല്ലോ, ലൈക്കും, അതൊക്കെ ഞാൻ ആ ആപ്പിൽ കയറിയിട്ട് അത് ചെയ്യുന്നതാണ് കേട്ടോ. അല്ലാതെ വേറൊന്നും എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഫോട്ടോ വെച്ച് അങ്ങനെ എടുക്കണോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല.
അപ്പം അത് തന്നെ നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എത്രമാത്രം ഇതിലൊക്കെ അറിവുള്ള ആളാണെന്ന് നിങ്ങൾക്കതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു വീഡിയോ ഇങ്ങനെ എടുക്കാൻ പോലും ശരിക്കറിയാതെ ഇരുന്ന സമയത്താണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞാൻ കയറി വരാൻ എത്ര ബുദ്ധിമുട്ട് എനിക്കെടുക്കുന്നത്. നമ്മളെല്ലാവരും ക്വാളിറ്റി അല്ലേ നോക്കുന്നത്. നമ്മളൊരു കടയിൽ നിന്നൊരു സാധനം എടുത്താലും അതിൻ്റെ ക്വാളിറ്റി അല്ലേ നമ്മൾ നോക്കിയെടുക്കുന്നത്. അപ്പം അതുപോലെ തന്നെയാണല്ലോ ഈ ചാനലുകൾ. ഓരോരുത്തരുടെ വീഡിയോ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം. അതിൽ ഞാൻ ആരെയും ഒരു കുറ്റം പറയണില്ല. എല്ലാവർക്കും അങ്ങനെ നോക്കിയൊക്കെ എല്ലാം എല്ലാവരും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം കഴിയുന്നത്രയും ഞാനിനി നല്ലതായിട്ടൊക്കെ എടുക്കാനും വീഡിയോ സംസാരിക്കാനും ഒക്കെ പഠിച്ച് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നു. പിന്നെ വേറെന്താണ് വിശേഷം? പിന്നെ എല്ലാവരും ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഇവിടെ നിൽക്കുന്നിടത്താണ്. ഞാൻ ലീവിന് പോയല്ലോ. അപ്പോൾ പോയിട്ട് ഞാൻ ഇവിടെ തന്നെ വന്ന്. പിന്നെ നമുക്കെന്താണ് പറയാൻ, നമ്മൾ വല്ലയിടത്തും ജോലിക്ക് നിൽക്കുമ്പോൾ നമുക്കായിട്ട് ഒരു ആഘോഷങ്ങളോ ഒന്നുമില്ല. ഒരു ന്യൂ ഇയർ ആഘോഷമോ കഴിഞ്ഞ വർഷം വേറൊരിടത്തായിരുന്നു, ഈ വർഷം ഹോസ്റ്റലിലെ റൂമിലായിരുന്നു. അവിടെ ആഘോഷമൊന്നുമില്ല. ഞാൻ ക്ഷീണിച്ച് അവിടെ പോയി കിടക്കുമായിരുന്നു. അവരുടെ കൂടെ കടയിലൊക്കെ പോയി ഫോണൊക്കെ മേടിക്കാൻ പോയി ഭയങ്കര ക്ഷീണിച്ച് കുത്തി അവിടെ കിടക്കുമായിരുന്നല്ലോ. നമ്മൾ ആഘോഷം ഒരു പടക്കം പൊട്ടുന്ന പോലും ഞാൻ കണ്ടുമില്ല, ഇങ്ങനെ കേട്ടു 12 മണിയായി. അപ്പോഴാണ് ന്യൂ ഇയർ എല്ലാവരും ആഘോഷിക്കണം എന്നൊക്കെ മനസ്സിൽ തന്നെ തോന്നിയത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ന്യൂ ഇയറൊക്കെ സ്വന്തം വീട്ടിൽ നിന്ന് ആഘോഷിക്കാൻ ദൈവം അവസരം തരുവാണെങ്കിൽ തരുവാണെങ്കിൽ അന്ന് ആഘോഷിക്കാം. സ്വന്തമായിട്ടൊരു പിടി മണ്ണ് ദൈവം ഏതെങ്കിലും കാലത്ത് തരുമെങ്കിൽ അന്ന് ആഘോഷിക്കാം എന്ന് ഞാനും വിചാരിക്കണം. അതിന് മുമ്പിട്ടൊക്കെ നമ്മൾ എന്താഘോഷിക്കാനാണ്? നമ്മൾ ആഘോഷങ്ങളൊക്കെ ദൂരെ നിന്ന് കാണുക, അത്രയും ഇപ്പോഴും നമുക്ക് മാർഗമുള്ളൂ. മുമ്പോട്ടും ഇങ്ങനെയൊക്കെ അങ്ങ് പോകണം. അല്ലാതെ പ്രത്യേകിച്ച് നമുക്കൊരു എന്താ പറയുക, ഒരു ആഘോഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. എപ്പോഴെങ്കിലും ദൈവം നമുക്കായിട്ടൊരു പിടി മണ്ണ് എവിടെയെങ്കിലും ഒരുക്കി തരുമ്പോൾ അവിടെ നമുക്ക് ആഘോഷിക്കാം എന്ന് വിചാരിക്കുന്നു. അതിൽ നിന്ന് ആഘോഷങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുന്നത്. ഞാനായാലും എൻ്റെ മോനായാലും ശരി, അവർക്കായാലും അങ്ങനെ പ്രത്യേകിച്ച് ആഘോഷങ്ങളോ പ്രത്യേകിച്ചൊരു സന്തോഷങ്ങളോ ഒന്നുമില്ല. എല്ലാം ദൈവം തമ്പുരാൻ നടത്തി തരുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് യൂട്യൂബ് ചാനൽ തന്നെ ഞാൻ തുടങ്ങിയത്. ആ അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് തുടങ്ങിയത്. ദൈവം അനുഗ്രഹിച്ച് എൻ്റെ ചാനലിൽ നിന്നും കൂടെ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചാണ് തുടങ്ങിയത്. അപ്പം തുടങ്ങിയപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഇല്ല. അപ്പോൾ ഞാൻ വേറൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക. എൻ്റെ ചാനൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എനിക്ക് പിന്നെ നാളെ മുതലൊക്കെ ഞാൻ ഒന്നിടയിട്ട് വീഡിയോ ഇടാൻ നോക്കാം, എന്തെങ്കിലുമൊക്കെ ഇടാൻ നോക്കാം. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.